എന്തുണ്ടായിരുന്നു? അടിപൊളി. ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന പിസ്സ. എല്ലാവരും കൂടി ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ കുറച്ച് കുറഞ്ഞു പോയി. നമുക്ക് അടുത്ത തവണ ഒന്നും കൂടി ട്രൈ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഒരു പിസ്സ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പിസ്സയൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കും, എന്നാൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര മെനക്കെടാണല്ലേ. എന്നാൽ നമ്മളിവിടെ റൊട്ടി വെച്ച് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തതിൻ്റെ കണ്ടോളൂ, നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. വെറും 6 ബ്രെഡ് പീസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. എന്നാൽ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 പീസാണ്. ഞാൻ 3 ഇതായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, കാരണം ഞാൻ തനിയെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്ന ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഇതിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഞാൻ 6 കൂടെ 6 ബ്രെഡ് പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 3 മുട്ടയാണ് നമുക്ക് പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഇതൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം എനിക്ക് തനിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അല്പം ഉപ്പാണ്. അതിന് ശേഷം ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിത് എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ആഡ് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഇതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് 1 സ്പൂണ് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ. അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ റൊട്ടിയുടെ പീസസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. 6 റൊട്ടിയുടെ പീസ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത്, റൊട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊതിർന്ന് കിട്ടുമല്ലോ, പാലൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് നല്ല ഇതായിട്ട് ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, റൊട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അത് അടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാൻ ഇതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ ബട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, ആ ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ 6 റൊട്ടിയും ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ദോശ ഇതാക്കുന്നത് പോലെ നമ്മളൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് അടച്ച് വെച്ച് വേവിക്കുക ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ ഇത് അടച്ച് വെച്ച് തന്നെ വേവിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കുക. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പരിപാടിയുണ്ട്. ഞാനിപ്പം ഒരു തക്കാളി, ഒരു ഉള്ളി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതാ വേവിച്ചെടുത്തതിന് ശേഷം കാണിക്കുന്നതാണിത്. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി, ഇതിപ്പോൾ ഒറ്റ വിസിലിനാണ് ഞാൻ ചെയ്തത്. തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതിൽ നിന്ന്. എന്നിട്ട് നമ്മളതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഇതൊരു ഞാൻ മിക്സിയുടെ ജാറിലേക്കാണ് കോരിയിടുന്നത്. അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ. അരക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അത് ഞാൻ അരച്ചവിടെ മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ചെയ്യുന്നത് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. അതിന് കുറേ സ്ലൈസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള കൂട്ട് റെഡിയാക്കാണ്. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. ഈ ചിക്കന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഞാനിവിടെ പിസ്സയുടെ മേലെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്.
അതിനുശേഷം വളരെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്താൽ മതി, ഇതിപ്പോൾ കുറച്ച് അധികമായി പോയിട്ടോ. ഇനി നമുക്ക് ചിക്കൻ മസാലയും വളരെ കുറച്ചാണ് ഞാൻ എല്ലാം ഇടുന്നത് കേട്ടോ. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. അതിനുശേഷം നമ്മളെ ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് കുറച്ച് വെള്ളം കുറഞ്ഞ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമാക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസസാണ് ഞാൻ എടുത്തേക്കുന്നത്, ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ നമ്മൾ എടുക്കാതിരിക്കുക കേട്ടോ. ഇതിനായിട്ട് കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. ചെറിയ സ്ലൈസ് ആക്കിയിട്ടുള്ള ചിക്കൻ നമ്മളിതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതിലേക്കൊന്ന് പൊരിച്ചെടുക്കാമെന്ന്. ഭയങ്കരമായിട്ട് കരിച്ചെടുക്കുകയൊന്നും വേണ്ട. നമ്മൾ പിസയിലൊക്കെ കിട്ടുന്ന ആ ഒരു ചിക്കൻ ആ ഒരു ഇതുപോലെ നമുക്ക് എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് വേവട്ടെ ഇത്. ഇനി നമുക്കിതിൽ കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറിയ പീസസ് ആക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1/4 മണിക്കൂർ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത്. ചിക്കനൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു ചിക്കൻ. ഇനി ആ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ ആ പാന് വടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതായത് തക്കാളി, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ച സംഭവമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒറിഗാനോ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒറിഗാനോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നാച്ചുറലായിട്ട് നമുക്ക് ഒറിഗാനോ വീട്ടിലുണ്ടാക്കാം. അത് ഞാൻ ആഡ് ചെയ്യാന്നുള്ള അപ്ലോഡ് ചെയ്യാം മറ്റൊരു ഇതിൽ. അപ്പോൾ കുറച്ച് പഞ്ചസാര ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം സോസാണ് കേട്ടോ, തക്കാളി സോസാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽ. സോസ് കുറച്ച് മതി, കാരണം നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്നത് പിസ്സ സോസാണ്. അതുകൊണ്ട് തക്കാളി സോസ് നമ്മൾ കുറച്ച് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൂ. എന്നിട്ട് നല്ലപോലെ ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. സോസ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ സോസ് ഒഴിക്കുന്നതിന് കാരണം ഞാനെടുത്ത തക്കാളി ഉണ്ടല്ലോ, അതിനത്ര നല്ല പഴുത്ത തക്കാളി ആയിരുന്നു, അതിന് കളർ കുറവായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറയുക, അതിലേക്ക് ഒരു പാനിൽ ഇതാക്കാൻ വെച്ച കേക്ക് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ അടിവശം മറച്ചിട്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് പിസ്സ സോസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത സംഭവമില്ലേ, അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ തോല ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട് കുറച്ച്. ആയ സോസ് എല്ലായിടത്തും ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ട് ആക്കിയത് കൊണ്ട് തന്നെ വലിയ കെമിക്കലൊന്നും ഉണ്ടായില്ല. ഞാൻ പുറത്തുനിന്ന് ആഡ് ചെയ്തത് പിന്നെ ആ ടൊമാറ്റോ സോസ് മാത്രമാണ് കുറച്ച് ആഡ് ചെയ്തത്. അത് വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിസ്സ സോസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അതെല്ലാം നല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മേലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് ഇപ്പുറത്തെ സൈഡും കൂടെ വേവണമല്ലോ. അപ്പോൾ ഇത് ഞാൻ ചീസാണ്, മോസറല്ല ചീസാണ് ഇപ്പോൾ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അപ്പോഴേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളോട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ചെറിയ ഇതായിട്ട് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് അതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ ഇനി ആ ചീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചത്, അപ്പോൾ അത് ഇതിൻ്റെ മേലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ചീസ് ഞാൻ ഉണ്ടാക്കിയതാണ്, അപ്പോൾ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചീസ് ഉണ്ടാക്കുമ്പം നല്ല പോലെ ഇതിൻ്റെ മേലെ ഉണ്ടെങ്കിൽ നല്ല അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ചീസ് ഇട്ടതിന് ശേഷം അടുത്തത് ഉള്ളിയാണ്. ഈ ഉള്ളിയൊക്കെയാണ് ഇതിൻ്റെ പിസയിൽ മെയിനായിട്ട് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. അപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ്, ഉള്ളി ഇതൊക്കെയാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങൾ. ചീസ് കുറഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല, ടേസ്റ്റി ആയിരിക്കും എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇത് അടുത്തത് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാപ്സിക്കവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിത് ഓരോന്നോരോന്നായിട്ട് ഞാനിതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമ്മളെ ഫ്ലെയിം ചെറിയ ഇതിലാണ്, ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലെയായിട്ട് ഫുള്ളായിട്ട് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ പീസ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വാങ്ങിക്കുന്ന പിസയൊക്കെ ചിലപ്പോൾ ഒരുപാട് കെമിക്കൽസ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതാണല്ലോ അത് സേഫ്. ഇനി നമുക്കിതാ ചീസ് ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ മേലേക്കായിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് നല്ലപോലെ ഇടുന്നതാണ് പിസയുടെ ടേസ്റ്റ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്, കുഴപ്പമില്ല, എങ്കിലും ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ചീസൊക്കെ ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ചീസൊക്കെ അതിലേക്ക് മെൽട്ടായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. വെറും 5 മിനിറ്റ് മതി. അപ്പോഴേക്കും അത് നല്ലപോലെ മെൽട്ടായത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചീസൊക്കെ അതിലേക്ക് നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസാണ്. അപ്പോൾ എനിക്ക് സോസിൻ്റെ ആ ഒരു ചൊയ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് നല്ലപോലെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സോസ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പരമാവധി അത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് അവോയ്ഡ് ചെയ്യുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പിസ്സ റെഡി. അപ്പോൾ ഇനി ഇത് കഴിക്കാൻ ആൾ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം അല്ലേ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കാമെന്ന്. ടേസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ ഹസ്ബൻഡിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ട് ചെയ്ത ഈ ഒരു പിസ്സ എന്തുണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. ആളോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിസ്സേൻ്റെ റിവ്യൂ അറിയൂ. പിസ്സ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. നമുക്കിപ്പോൾ ആക്കിയിട്ട് കുറച്ച് കുറഞ്ഞു പോയി സാധനം, കുറച്ചുകൂടി കഴിക്കാൻ ചെറിയ സോസ് കുറച്ച് അധികമായി പോയിട്ട് ചെറിയ പുളിപ്പ്. അത് വേറെ ഇൻഗ്രീഡിയൻ്റ് ഓക്കെയാണ്. സോസ് കുറച്ച് അധികമായി പോയി, അത്രയേ ഉള്ളൂ മിസ്റ്റേക്ക്, വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ ആള് കുറേ ഇവിടെ ഇല്ലോണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് എല്ലാവർക്കും കൂടി അടിപൊളിയാണെന്ന് കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ കുറച്ച് കുറഞ്ഞു പോയി. നമുക്ക് അടുത്ത തവണ ഒന്നും കൂടി ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന പിസ്സ. കുഴപ്പമില്ല, റിയൽ ആയിട്ടുള്ള പിസ്സ കഴിച്ചു കഴിഞ്ഞാല് അറിയാം വ്യത്യാസം. കുറച്ച് സോസ് അധികമാണോ സംശയം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ബ്രെഡ് കൊണ്ട് പിസ്സ ഉണ്ടാക്കി അത് കഴിച്ചവരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ബ്രെഡ് കൊണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ചീസ് കുറവായിരുന്നു തോന്നി, അതുപോലെ തന്നെ കുറച്ച് സോസും അധികമായിരുന്നു എന്ന് തോന്നി കേട്ടോ. അതാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഇതൊക്കെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ പിസ്സ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട്. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബ്രെഡ് വെച്ച് ഇങ്ങനെയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.